ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കൂടുതൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബജറ്റ് സമ്മേളനത്തിന്റെ 8ാം ദിനമായ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടക്കമായി. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസിന് തുടക്കം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സമരാഗ്നി ഇന്നു മുതൽ. ബിജെപിയുടെ പദയാത്ര ഇന്ന് കോട്ടയത്ത്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കൂടുതൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിലോമ ചിന്തകൾ തടുക്കാനാകുന്ന വിധത്തിൽ സാമൂഹിക ശാസ്ത്ര അവബോധം വളർത്തുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിന്റെ പുരോഗമനപരമായ ആ മുന്നോട്ടുപോക്കിന്റെ തുടർച്ച ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിന്റെ ഭാഗമായാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സജ്ജമാക്കിയത്. ഇപ്പോൾ 4 സയൻസ് പാർക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാനിരിക്കുകയാണ്. അതിൽ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. മറ്റ് 3 സയൻസ് പാർക്കുകൾ അതിവേഗതയിൽ തന്നെ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സെന്റർ ഫോർ മൈക്രോബയോം, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി തന്നെയാണ് സജ്ജമാക്കുന്നത്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികൾക്ക് ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് കേരളം വേദിയാവുന്നത്. ICCS തയ്യാറാക്കിയ ക്ലൈമറ്റ് സ്റ്റേറ്റ്മെന്റ് 2023 മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. നൊബേൽ സമ്മാന ജേതാവ് മോർട്ടൻ പി മെൽഡലുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബജറ്റ് സമ്മേളനത്തിന്റെ 8ാം ദിനമായ ഇന്ന് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ NDA സർക്കാർ സ്വീകരിച്ച നയങ്ങളും സമീപനവും എന്താണെന്ന് വ്യക്തമാക്കാനാണ് ധവളപത്രം കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഏത് സമയവും നയം മാറാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരു നിലപാട് ലോകാവസാനം വരെ തുടരണമെന്ന് നിർബന്ധമില്ല. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുകയാണ്. ഇതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടക്കമായി. കോഴിക്കോട് നഗരത്തിൽ മലാപ്പറമ്പ് ഹൌസിംഗ് കോളനി ഹാളിൽ യാത്രയുടെ പൊതുസമ്മേളനം നടന്നു. ഉച്ചയ്ക്ക് കുണ്ടൂപ്പറമ്പിലും തുടർന്ന് അത്താണിക്കലും വികസിത് ഭാരത് സങ്കല്പ യാത്ര എത്തിച്ചേരും. ആദ്യഘട്ടത്തിലേതുപോലെ കേന്ദ്ര പദ്ധതികൾ വിശദീകരിക്കുന്ന വാഹനം പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേരും. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും. കൂടാതെ ആധാർ പുതുക്കാനുള്ള സൌകര്യവും ഉണ്ടായിരിക്കും. 2ാം ഘട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ 24 സ്ഥലങ്ങളിൽ പ്രചരണ വാഹനം എത്തിച്ചേരും. തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. ഓപ്പറേഷൻ ഫോസ്കോസിന്റെ ഭാഗമായി രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. 13,100 സ്ഥാപനങ്ങൾ പരിശോധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 103 സ്ക്വാഡുകൾ 4 ദിവസങ്ങളിലായാണ് പരിശോധനകൾ നടത്തിയത്. 1663 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ജാഥ സമരാഗ്നി ഇന്ന് ആരംഭിക്കും. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന ജാഥയ്ക്ക് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് നിന്ന് തുടക്കം കുറിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് കോട്ടയത്ത്. വൈകിട്ട് കോട്ടയം പഴയ സ്റ്റാൻഡ് മൈതാനിയിൽ പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിക്കുന്ന പദയാത്ര സംക്രാന്തിയിൽ സമാപിക്കും. NDA ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പദയാത്രയിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF നേതൃയോഗം നാളെ. CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്നും സംസ്ഥാന കൌൺസിൽ നാളെയും മറ്റന്നാളുമായി നടക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും സംസ്ഥാന കമ്മിറ്റി ഈ മാസം 11, 12 തീയതികളിലും നടക്കും.
പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഏകദിന ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശില്പശാല സംസ്ഥാന അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കൃഷ്ണദാസൻ പി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുമ്പോൾ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലയളവിൽ സർക്കാർ സ്വകാര്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസിന് തുടക്കം. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നാണ് അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ ട്രെയിൻ സർവീസിന് തുടക്കമായത്. മുൻ കേന്ദ്ര സഹമന്ത്രി ഒ രാജഗോപാൽ രാവിലെ കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ യാത്രയിൽ 972 യാത്രക്കാരാണ് 20 കോച്ചുകളുള്ള ട്രെയിനിലുള്ളത്. 3300 രൂപയാണ് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്ക്. സ്പെക്ട്രം ലേലം നടത്താനുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ശുപാർശയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി. ലേലം ഈ സാമ്പത്തിക വർഷം തന്നെ നടക്കും. 96,317.65 കോടി രൂപയുടെ മുഖവിലയുള്ള സ്പെക്ട്രം 20 വർഷത്തേക്കാണ് അനുവദിക്കുക. കേരള സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് തിരശ്ശീല ഉയരും. വൈകുന്നേരം മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ 16 വരെ നാടകോത്സവം തൃശൂരിൽ നടക്കും. ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് ഈ മാസം 17, 18, 19 തീയതികളിൽ തൃശൂരിൽ നടക്കും. 1000-ഓളം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി ആർ ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചു. പത്തനംതിട്ട ജില്ലയിൽ വേനൽച്ചൂടിന്റെ കാഠിന്യം കൂടി വരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതയുള്ള രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഡിഎംഒ ഡോക്ടർ എൽ അനിതകുമാരി അറിയിച്ചു. ഇതോടൊപ്പം സൂര്യാഘാതം, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവയ്ക്കെതിരെയും ജാഗ്രത വേണം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസ ജില്ലാ ഭരണകൂടം പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടി. വെടിവയ്പിൽ 2 പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ക്രമസമാധാനം നിലനിർത്താൻ പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കണമെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിച്ചു. റെയിൽപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് ചില ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം. കൊച്ചുവേളി ഗംഗാനഗർ എക്സ്പ്രസ് രാത്രി 8-നും ചെന്നൈ മംഗളൂരു വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വൈകിട്ട് 4:40-നുമാണ് നാളെ യാത്ര തിരിക്കുക. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ ഹജ്ജിന് പുറപ്പെടാൻ അവസരം ലഭിച്ചവർ ആദ്യ ഗഡുവായ 81,800 രൂപ അടയ്ക്കേണ്ട അവസാന തീയതി ഇന്ന്. തുക അടച്ചതിന്റെ രേഖ ഈ മാസം 12-നകം ലഭ്യമാക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. കേരള നടനത്തിന്റെ തനതു ശൈലി ആയിരങ്ങൾക്ക് പകർന്നു നൽകിയ നർത്തകി ഭവാനി ചെല്ലപ്പൻ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച നടക്കും. കെഎസ്ആർടിസി ആലുവ ബസ് ടെർമിനൽ ഉദ്ഘാടനം നാളെ വൈകിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും. അൻവർ സാദത്ത് എംഎൽഎ അധ്യക്ഷത വഹിക്കും. 30,155 ചതുരശ്ര അടിയിൽ 2 നിലയിലായി അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 1 വിക്കറ്റ് ജയം. ഇതോടെ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-നാണ് ഫൈനൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 92 പോയിന്റ് ഉയർന്ന് 71,520-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 21,742-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം പവന് 80 രൂപ താഴ്ന്ന് 46,320 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,790 രൂപയുമാണ് ഇന്നത്തെ വില. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ഇന്ന് തുടക്കം. മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസ്കരണ സംവിധാനങ്ങളെ സംബന്ധിച്ചും അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. കോഴിക്കോട് ദേശീയപാതയിൽ നടക്കാവിന് സമീപം വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. കെഎസ്ആർടിസി ബസിൽ ഇരുചക്ര വാഹനമിടിച്ചാണ് അപകടം. വയനാട് തലപ്പുഴ കെഎസ്ഇബിക്ക് സമീപം നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പിലിടിച്ചു. കെഎസ്ഇബി എച്ച്ടി ലൈൻ സ്ഥാപിക്കാനുള്ള പോസ്റ്റുകൾ കയറ്റിയ പിക്കപ്പിലാണ് ബസ് ഇടിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കൂടുതൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബജറ്റ് സമ്മേളനത്തിന്റെ 8ാം ദിനമായ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേലുള്ള ചർച്ച ആരംഭിച്ചു.
വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ തുടക്കമായി കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസിന് തുടക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സമരാഗ്നി ഇന്നു മുതൽ ബിജെപിയുടെ പദയാത്ര ഇന്ന് കോട്ടയത്ത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50